നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് 4 മണിക്ക് നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് മാതള നാരങ്ങ ഉപയോഗിക്കാം കേട്ടോ. മാതള നാരങ്ങ അല്ലെങ്കിൽ പോമോഗ്രാനൈറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു 3-4 മാതള നാരങ്ങ അതായത് പോമോഗ്രാനൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് നമുക്കൊരു ജ്യൂസ് അടിക്കാം കേട്ടോ. ജ്യൂസ് അടിക്കണം എന്നില്ല, ഇതിൻ്റെ മണികൾ തിന്നാലും മതി. എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടല്ലോ ഈ സാധനം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. മുറ്റത്ത് 2-3 ചെടികളിങ്ങനെ നട്ടിട്ട് അതിൻ്റെ ഇത് പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളിങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് അപ്പം അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തൊണ്ട് കഷായം ഉണ്ടാക്കാൻ നല്ലതാണ്, ആയുർവേദിക്കായിട്ടുള്ള കഷായത്തിന് ഇതിൻ്റെ തൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതിങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ തൊണ്ടെടുത്ത് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അതേപോലത്തേക്ക് ഇട്ട് ഉണക്കി വെക്കും. ഇത് കുറേ ആകുമ്പോൾ വൈദ്യശാലയിൽ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. മറ്റൊരു കുരു ഉണ്ടല്ലോ, ഈ കുരു നല്ല ഭംഗിയുള്ള എന്താ പറയുക, അതിൻ്റെ നല്ല ചുമന്ന വിത്തുണ്ടല്ലോ അതിങ്ങനെ കടിച്ച് അതിൻ്റെ നീര് കുടിച്ച് കുരു തുപ്പിക്കളയും. അത്രയ്ക്ക് അറിവ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇത് തൊണ്ടിന് ഗുണമുണ്ട്, ഇല്ല എന്നല്ല, തൊണ്ടിനേക്കാളും ഗുണം അതിൻ്റെ ഉള്ളിലത്തെ മണികൾക്കാണ്. നോക്കൂ, ഇത് പൊളിക്കുമ്പോൾ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് ഇരുമ്പ് കത്തി കൊണ്ടൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യുമ്മയൊക്കെ നിറച്ച് കരി പോലെയാവും, കറുപ്പ് നിറം വരും. ഇതിൻ്റെ നീരും ഇരുമ്പും കൂടിയിട്ട് കൂട്ടി യോജിക്കുമ്പോൾ കറുപ്പ് നിറം വരും. അതുകൊണ്ട് സ്റ്റീലിൻ്റെ കത്തി കൊണ്ട് വേണം ഇത് പൊളിക്കാനായിട്ട്. മാത്രമല്ല പൊളിക്കുമ്പോൾ ശരിക്കും കുരു കിട്ടില്ല അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചാൽ മതി. ഉണ്ടോ മണി, എന്താ രസമല്ലേ കാണാനായിട്ട്. തൊലി മാത്രം ഇങ്ങനെ അടർത്തിയെടുക്കുക. എന്നാലും അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യുമ്മലേക്ക്. ഒരു സ്റ്റീലിൻ്റെ കത്തിയാണ് മുറിക്കാൻ നല്ലത് കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ തൊലി മാത്രമേ മുറിച്ചിട്ടുള്ളൂ കേട്ടോ. അതാ ഇങ്ങനെ അടർത്താം. കണ്ടോ നിറയെ മണികൾ കണ്ടില്ലേ. നമുക്ക് വേഗം ഇതിൻ്റെ മണികളിങ്ങനെ അടർത്തിയെടുക്കാം. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു പഴമാണ് മാതള നാരങ്ങ. വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അത്രേ. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓർമ്മശക്തി കൂട്ടാനും മറവി രോഗത്തിൻ്റെ സാധ്യതയെ കുറയ്ക്കാനുമെല്ലാം ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഉയർന്ന ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുമത്രേ. കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും ഇത് നല്ലതാണ്. രക്തധമനികളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദിവസവും ഇത് കഴിക്കുന്നത് രക്ത ഓട്ടത്തിന് നല്ലതാണ്. ഇങ്ങനെ രക്ത ഓട്ടം നന്നായിട്ട് കൂടാൻ നല്ലതാണല്ലോ. അപ്പോൾ ഈ രക്തയോട്ടം കൂട്ടാനായിട്ട് ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിത് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ഡോക്ടറോട് ചോദിച്ചിട്ടും, അതായത് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് നല്ല ഓട്ടം കിട്ടാനായിട്ട് ഗുളിക കഴിക്കുന്ന ചില രോഗമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇത് കഴിക്കണമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം കേട്ടോ. അതുപോലെ വിളർച്ച തടയാനായിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ ദഹന പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയതിനാൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നു. ഇത് പതിവായിട്ട് കഴിച്ചാൽ വൃക്കയിലെ കല്ലുകളെ തടയാൻ സാധിക്കും. ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് കൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യതയെ തടയുന്നു. അതുപോലെ ചർമ്മം കൂടുതൽ തിളക്കമുള്ളതായി തീരാനായിട്ട് മാതള നാരങ്ങ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കഴിക്കണം, നല്ലതാണ്. ഞങ്ങൾ പണ്ട് ഇത് കിട്ടുമ്പോൾ എന്താ ചെയ്യാന്നറിയോ, അതായത് ഇതിൻ്റെ മണി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കടിക്കും. ഇങ്ങനെ കടിച്ച് നോക്കുമ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. അതങ്ങനെ കഴിക്കും, നല്ല രസമല്ലേ. അത് കുടിച്ച് കഴിയുമ്പോൾ, അതിൻ്റെ ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ കുരു വരുമല്ലോ, ആ കുരു ഇങ്ങനെ കളയും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഞാനൊന്ന് കൈ കഴുകട്ടെ കേട്ടോ, കൈ കഴുകിയിട്ട് വരാം. കഴുകാൻ പോയതാട്ടോ.
അപ്പം ഇങ്ങനെയാണ് ചെയ്യാറ് ഞങ്ങൾ കുട്ടിക്കാലത്ത് കേട്ടോ. അറിയില്ലല്ലോ, ആകെ അറിയാം ഇതിങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഇത് തൊണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ സൂക്ഷിച്ച് അവിടെ പാതിയമ്പുറത്ത് കൊണ്ടിട്ട് ഉണക്കിയിട്ട് കുറേ ആകുമ്പോൾ കൊടുക്കും, വൈദ്യശാലയിൽ കൊടുക്കും. എത്ര വില എന്ന് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ പറയും കഷായത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിൻ്റെ തൊണ്ട് എന്ന് പറയണു. നമ്മൾ കഷായം വച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മണി ഇങ്ങനെ കടിച്ച് അതിൻ്റെ നീര് കുടിച്ചിട്ട് കുരു തുപ്പിക്കളയും, അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലാവണത് ഇതിൻ്റെ കുരുവിലാണ് ഏറ്റവും കൂടുതൽ സത്തുള്ളതെന്നാ നല്ലതെന്നാണ് പറയണേ. കുരു അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയല്ലോ, എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ അറിയാൻ ഒരു വിഷമമില്ല അല്ലേ. ഞാൻ അങ്ങനെ തന്നെ കണ്ടുപിടിച്ച് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ വെറുതെ തിന്നാലും മതി, കടിച്ച് മുറിച്ചതാ ഇങ്ങനെ എടുത്തിട്ടതാ കേട്ടോ. മധുരമുള്ള നല്ലൊരു ഇത്. പിന്നെ കടിച്ച് കഴിയുമ്പോൾ കുരു ചെറുതായി ഇങ്ങനെ പൊടിഞ്ഞ കുരുവാവും. ആ കുരുവിനെ നമ്മൾ കീഴ്പോട്ട് ഇറക്കണം, തിന്നണം, അല്ലാതെ തുപ്പിക്കളയാൻ പാടില്ല. അതും നമ്മൾ കഴിക്കാൻ തന്നെ വേണം കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ ഒരെണ്ണത്തിൻ്റെ കുരു. പ്രത്യേക കാര്യം മനസ്സിലാക്കണം, ഇത് മുറിക്കാനായിട്ട് എന്ത് വേണം? കത്തി, ഇരുമ്പ് കത്തി ഉപയോഗിക്കരുത്. ഒന്നാമത്തെ കാര്യം, ഇരുമ്പ് കത്തി ഉപയോഗിച്ചാൽ ഇത് ഇരുമ്പ് കത്തിയും ഇതിൻ്റെ ഇരുമ്പും ഒക്കെ ആകുമ്പോൾ, നെല്ലിക്ക അതുപോലെ തന്നെ കേട്ടോ. നെല്ലിക്കയിൽ ധാരാളം അയണുണ്ട്. ഇതും കൂടിയിട്ട് നല്ല കറുപ്പ് നിറാവും. പിന്നെ നമ്മളിന്ന് കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈയിൻ്റെ വിരലിന്മയും നഖത്തിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കറുപ്പ് നിറം കയറും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞാലേ പോകുള്ളൂ. അതുകൊണ്ട് കത്തി, നല്ല സ്റ്റീലിൻ്റെ കത്തി ഉപയോഗിക്കാം. പിന്നെ മുറിക്കുമ്പോൾ നേരെ ഇങ്ങനെ മുറിക്കരുത്. ആദ്യം ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ട് ഇവിടെ മുറിച്ചിട്ട് തൊലി മാത്രം ഇങ്ങനെ വരയുക. എന്നിട്ട് അവിടെ ഇങ്ങനെ അടർത്തുക. 2-3 അടർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കുരു കിട്ടും. പിന്നെ ഇത് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് വെറുതെ ഇങ്ങനെ കുറേ കൊണ്ടുവച്ചിട്ട് ഓരോരുത്തർ കണക്കുണ്ട് കേട്ടോ. അമിതമായിട്ട് ആരും കഴിക്കണ്ട. നമ്മൾ കേട്ടിട്ടില്ലേ, അമിതമായാൽ അമൃതം വിഷം, അങ്ങനെയല്ലേ പറഞ്ഞേക്കണത്. ഒരു കണക്കുണ്ട് എല്ലാത്തിനും. ഒരെണ്ണത്തിൻ്റെ കുരുവൊക്കെ വേണമെങ്കിൽ ഒരാൾക്ക് കഴിക്കാം. എന്നാലും ഒരു 2-3 ഒക്കെ മുറിക്കുകയാണെങ്കിൽ 5-6 ആൾക്കാർ കൂടി കഴിച്ചാൽ മതി കേട്ടോ. വീട്ടിലെല്ലാവരും കഴിക്കുക. ചിലർക്ക് മാത്രം കഴിക്കാനുള്ളതൊന്നുമല്ല, എല്ലാവരും കഴിക്കണം. എല്ലാവർക്കും വേണ്ടേ പോഷകാംശങ്ങളൊക്കെ. അതുകൊണ്ട് ഇതാ ഇങ്ങനെ വച്ചാൽ കുറേശ്ശെ എടുത്തിട്ട് വയലിട്ടിട്ട് കടിച്ചു ഇതാ അതിൻ്റെ ജ്യൂസ് വരുന്നത് ആദ്യം കീഴ്പോട്ട് ഇറക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുരു വരുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല എങ്കിലും ആ കുരുവിനെയും പതുക്കനെ കടിച്ചിട്ട് അങ്ങോട്ട് ഇറക്കുക. പിന്നെ ഇപ്പോൾ നല്ല വേനൽക്കാലമാണ്, ജ്യൂസാക്കി കുടിച്ചാലോ. ധാരാളം ഫൈബർ ഉണ്ട് കേട്ടോ. അങ്ങനെ പറയാം, നമുക്ക് അടിച്ചിട്ട് ഇതിനെ ജ്യൂസാക്കാം കേട്ടോ. ഇത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ ജാറിൽ അരച്ചാൽ മതി. എന്താ കാരണം, വലിയ ജാറിലാവുമ്പോൾ ആകെ ഒരു കടകടാന്ന് പറഞ്ഞ് ശരിക്കും അരഞ്ഞ് കിട്ടില്ല. ചെറിയ ജാറാണെങ്കിൽ നന്നായിട്ട് മിക്സാവും. അതിട്ടു. ഇനി അരയ്ക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിക്കണ്ട. മധുരം വേണമെന്നില്ല കേട്ടോ. കാരണം ഇത് ചെറിയ മധുരം ഉണ്ട്, അത്ര മധുരം തന്നെ മതിയാകും. നിർബന്ധമാണ്. ചില കുട്ടികൾ പറയും മധുരം പോരാന്ന് പറയുകയാണെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിതിൽ മധുരം ഇടുന്നില്ല. മാത്രമല്ല നമ്മളിത് കുടിക്കുമ്പോൾ ചെറിയ തണുപ്പൊക്കെ വേണമെങ്കിൽ ഇത്തിരി ഐസൊക്കെ ഇടുമല്ലോ. പക്ഷെ ഞാൻ ഈ മാതള നാരങ്ങ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് വച്ചിരുന്നത്. അതുകൊണ്ട് ഇത് പൊളിച്ചപ്പോൾ ഇതിന് തണുപ്പുണ്ട്. അപ്പോൾ വീണ്ടും ഐസ് ഇടണ്ട. ഓൺ ചെയ്യാം. ഒരുവിധം അറിഞ്ഞിട്ടുണ്ട്. എന്താ എന്താ കളറ്, സൂപ്പർ കളറല്ലേ. ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ചു. ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമുക്കിനി ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇത് അരിക്കേണ്ട ആവശ്യമില്ല. അത് കാരണം പറഞ്ഞല്ലോ, അരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഫൈബറൊക്കെ പോകും. ഫൈബർ മാത്രമല്ല, കുരുവിലുള്ള
നമ്മുടെ പോഷകാംശമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട്. ഇത് 2 കുരു ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴിക്കണം, എന്നാലാണ് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. ഇപ്പം ഇതിൽ ആവശ്യമുള്ള വെള്ളമുണ്ട്, കുരുവൊക്കെ ഇത് ചേർന്നിട്ടുണ്ട്, മധുരം ഇട്ടിട്ടില്ല. മധുരം ആവശ്യമുള്ള മധുരമുണ്ട്. ഫ്രിഡ്ജിൽ വന്ന് എടുത്തത് കാരണം കൊണ്ട് ആവശ്യം തണുപ്പുണ്ട്. അപ്പം നമുക്കിത് കുടിക്കാം. അത് നിങ്ങൾ കുടിച്ച് നോക്കൂ കേട്ടോ. റെഡിയായി കുടിക്കാനായിട്ട് സൂപ്പർ പോമോഗ്രാനൈറ്റ് ജ്യൂസ്. മധുരം വേണ്ടവർക്ക് മധുരമിടാം. ഉണ്ടാക്കി കുടിക്കൂ കേട്ടോ, നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്.